തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. കടകളടച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് മേയർ. കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനവിനെതിരെ അരിയങ്ങാടിയിലെയും നായരങ്ങാടിയിലെയും കടകളടച്ചാണ് വ്യാപാരികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. മേഖലയിലെ ഭൂരിഭാഗം കടകളും അടച്ചിട്ടതോടെ ഇവിടങ്ങളിലെ ചരക്ക് നീക്കം സ്തംഭിച്ചു. വിവിധ വ്യാപാരി സംഘടനകളും ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെയും ഡ്രൈവർമാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പേട്ട ഫീസിനെതിരെ പ്രതിഷേധമുയരുന്നത്. കടകളടച്ച വ്യാപാരികളുടെ നേതൃത്വത്തിൽ അരിയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വിഷയത്തിൽ കോർപ്പറേഷന്റെ ധിക്കാരപരമായ നിലപാട് തിരുത്തണമെന്നും അധിക ഫീസ് വർധന പിൻവലിക്കണമെന്നും വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടു. തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തി. അന്യായമായ പേട്ട ഫീസ് പിൻവലിക്കും വരെ പ്രതിഷേധങ്ങൾ തുടരുമെന്ന നിലപാടിലാണ് വ്യാപാരികൾ. ഇത് സമരം സൂചന മാത്രമാണ്. ഈ സൂചന സമരം കണ്ട് കോർപ്പറേഷൻ കണ്ണു തുറന്നില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഒരു പണിമുടക്കിലേക്കാണ്, കട അടച്ച സമരത്തിലേക്കാണ് ഞങ്ങൾ പോവുക. അമിതമായ പേട്ടക്കാശ് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ സമരം വ്യാപിപ്പിക്കും. ഈ അന്യായമായ പേട്ടക്കാശ് പിൻവലിക്കുന്നവരെ ലോറികൾ ഇവിടെ ഇറക്കുന്നില്ല, അല്ലെങ്കിൽ ലോറി കയറ്റുന്നില്ല. വലിയ വർധനവ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. പുതുക്കിയ നിരക്ക് വർധനയുമായി മുന്നോട്ടു പോകുമെന്നും കാലങ്ങളായി ഫീസ് വർധന നടത്തിയിട്ടില്ലെന്നും എതിർപ്പുണ്ടെങ്കിൽ സർക്കാരിനെയോ കോടതിയോ സമീപിക്കാമെന്ന നിലപാടിലാണ് മേയർ MK വർഗീസ്. അരിയങ്ങാടിയിൽ നിലവിലെ പേട്ട ഫീസിന്റെ 8 ഇരട്ടിയിലധികമാണ് കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചത്. ഇതിനു പുറമെ ശക്തൻ മാർക്കറ്റിൽ ഫീസ് വാങ്ങിയ വാഹനങ്ങളിൽ നിന്ന് അരിയങ്ങാടിയിൽ വീണ്ടും ഫീസ് ഈടാക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈടാക്കാൻ ശ്രമിച്ചെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ഈ പിരിവാണ് പോലീസ് സംരക്ഷണയോടെ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത് കൂടുതൽ പ്രതിഷേധത്തിനും എതിർപ്പിനും കാരണമായി. കാലാനുസൃതമായ ഫീസ് വർധന അംഗീകരിക്കാമെങ്കിലും കുത്തനെയുള്ള ഈ ഫീസ് വർധന അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ഈ നിരക്ക് വർധനയിൽ നിന്നും പിന്നോട്ടില്ലെന്ന കടുംപിടുത്തത്തിലാണ് കോർപ്പറേഷൻ. നഗരത്തിലെ ചരക്ക് നീക്കവും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ക്യാമറമാൻ റോയിക്കൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.